السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇന്നലെ വാട്സപ്പിൽ വന്ന ഒരു ചോദ്യം, ആ ചോദ്യം വായിച്ച് നമുക്ക് ഇൻഷാല്ലാ വിഷയത്തേക്ക് കടക്കാം. സൂഫി സംഗീതങ്ങൾ വളരെ വ്യാപകമായി കേൾക്കപ്പെടുന്നു. സംഗീതങ്ങൾ പാടുന്ന പല ആളുകളും ധരിച്ച വേഷങ്ങളും സരസ്സുകളും കണ്ടാൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടാണ് തോന്നുന്നത്. എന്താണ് ഈ സൂഫി സംഗീതം? സൂഫിസം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സംഗീതത്തിൽ ആറാടലാണോ? ഇതാണ് ചോദ്യം. ഇതിന് വ്യക്തമായൊരു മറുപടി ഇസ്ലാമിലെ സൂഫിസവും സൂഫിസത്തിലെ ഇസ്ലാമും എന്ന വിഷയത്തിൽ ഞാൻ തന്നെ ചെയ്ത വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള വീഡിയോ ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂഫിസത്തിൻ്റെയും സൂഫി സംഗീതത്തിൻ്റെയും ആകത്തുക മാത്രമാണ് ഞാനിന്ന് പറയുന്നത്. വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നൊന്നുമില്ല. സൂഫിസം എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെയും ആർമാദത്തിൻ്റെയും ഒരു ഉപാധിയായിട്ട് ആരൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. സൂഫിസം എന്ന് പറയുന്നത് ഒരു ആനന്ദത്തിൻ്റെയോ ആർമാദത്തിൻ്റെയോ ഉപാധിയല്ല. ആത്മാവിനെ എല്ലാവിധ കദൂറാത്തിൽ നിന്നും അഥവാ മാനസിക ദുഷിപ്പിൽ നിന്നും ശുദ്ധീകരിച്ചെടുത്ത് ശരീരവും മനസ്സും അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു പ്രക്രിയക്ക് മാത്രമാണ് സൂഫിസം എന്ന് പറയുന്നത്. മഹാന്മാരായ സൂഫി പണ്ഡിതന്മാർ രൂപീകരിച്ച ചില പ്രത്യേക ചിട്ടകളോ ആ പേരും അത് മാത്രമാണ് പിൽക്കാലത്ത് വന്ന പുതിയത്. സൂഫിസത്തിന്റെ ആകത്തുകയും അതിന്റെ അടിസ്ഥാന ധാതുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് സ്വഹാബത്തിലൂടെ കൈമാറി വന്ന് സ്വാലിഹ്യങ്ങൾ പ്രചരിപ്പിച്ച ഒരു സംവിധാനമാണ്. അതിന്റെ ആകത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ ഇമാം റാസി റഹ്മത്തുള്ളാഹിയെ പോലത്തെ ഇമാമെങ്കിൽ ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹിയെ പോലത്തവർ, ഗസാലി ഇമാമിനെ പോലത്തവർ, സൂഫികൾ എന്ന പേരിൽ ലോകത്തറിയപ്പെട്ട എല്ലാ ഇമാമിങ്ങളും അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതിന്റെ ആകത്തുകയാണ് ഞാൻ പറഞ്ഞത്. സൂഫിസം എന്ന് പറയുന്നത് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനോ ഡാൻസ് ചെയ്യാനോ പാട്ട് പാടാനോ ആനന്ദിക്കാനോ ആർമാദിക്കാനോ വേഷപ്രജന്നതക്കോ ആരാധനാകർമ്മങ്ങളുടെ നിഷ്കാസനത്തിനോ ഇതൊന്നൊന്നിനുമുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ മനസ്സിലാക്കാനേ പാടില്ല. അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമും അറിയില്ല, സൂഫിസവും അറിയില്ല. സൂഫിസം ഒരു കലയല്ല. സൂഫികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം ആളുകളുമല്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ ശാസനകളും ജീവിതത്തിൽ പാലിക്കുന്ന, കൃത്യമായ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാത പൂർണ്ണമായും പിന്തുടരുന്ന ഒരു വിഭാഗത്തിന് പറയപ്പെടുന്ന ഒരു പേര് മാത്രമാണ് ഈ സൂഫി എന്ന് പറയുന്നത്. ആ പേരിലില്ലെങ്കിലും ഈ പറയപ്പെട്ട ഗുണങ്ങളുള്ള ഒരാൾ സൂഫി തന്നെയാണ്. ഇതാണ് സൂഫിസത്തിന്റെ ആകത്തുക. അപ്പോൾ പിന്നെ കേരളമൊട്ടാകെ പിടിച്ചു കുലുക്കി ഞങ്ങൾ സൂഫികളാണ് എന്ന് പറഞ്ഞിട്ട് സൂഫി സംഗീതങ്ങൾ, ഇപ്പോ പഴയ കാലഘട്ടത്തിലെ ചില സൂഫികൾ പാടിയ പാട്ടുകളാണ് ഒരു കാലഘട്ടത്തിൽ സൂഫി സംഗീതജ്ഞന്മാർ പാടിയിരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് മാറി ഇപ്പൊ ചില ആളുകൾക്കുള്ള പണി തന്നെ സൂഫി സംഗീതങ്ങൾ ഉണ്ടാക്കലാണ്. എങ്ങനെയാണ് സൂഫി സംഗീതങ്ങൾ ഉണ്ടാക്കല്? അതായത് പരസ്പര ബന്ധമില്ലാത്ത, പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവാത്ത, ആരടോ പോകടോ വന്നടോ ഞാനടോ തുടങ്ങുന്ന പരാമർശങ്ങളുള്ള കുറെ പാട്ടുകൾ പാടുന്നതിനാണ് സൂഫി സംഗീതം എന്ന് പറയുന്നത്. അങ്ങനെ പാടുന്നവൻ മുടിയൊക്കെ നീട്ടിയിട്ട് ക്ലീൻ ഷാവൊക്കെ ചെയ്തിട്ട് 5 വിരലും ഒരു 10 മോതിരം ഇട്ട് 2 വാദ്യോപകരണങ്ങൾ 4 കൊട്ടും കൊട്ടിയിട്ട് ഒരു കൊയലും വിളിച്ച് കൊളാമ്പിയും ഊതിയാൽ അവനാണ് സൂഫി എന്നൊക്കെ മനസ്സിലാക്കുന്നവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അയാൾ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് അല്പജ്ഞാനി പോലുമല്ല. ഇസ്ലാമിനെ കുറിച്ച് അയാൾക്കൊരു ചുക്കും അറിയില്ല. ഇസ്ലാമിൽ സൂഫിസം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ടതിൻ്റെയൊക്കെ നേർ വിരുദ്ധമാണ്. അതിൻ്റെയൊക്കെ ഉദ്ധരണികളൊക്കെ വായിച്ച് നേരത്തെ വീഡിയോ ചെയ്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിറകെ വരുന്ന വീഡിയോകളിൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധമല്ലെന്ന ചില കള്ളസൂഫികളുടെ വാദത്തെ ഇൻഷാ അല്ലാഹ് വ്യക്തമായി തന്നെ പൊളിച്ചടക്കുന്നുണ്ട്. പരശതം ഇമാമിങ്ങൾ പറഞ്ഞ വാദ്യോപകരണങ്ങളെ കുറിച്ചുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റുകൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വീഡിയോയിൽ വരും. ഈ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിലൊരു മറുപടി മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.